ഇത് പറയുമ്പോൾ എന്തോന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പറയാണ്, ആരോ ഉന്നം വെക്കാണെന്നൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കും, അല്ലെങ്കിൽ കരുതി കൂട്ടി അങ്ങനെ പറയും. പൊതുവായ വിഷയങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളു കുടിയാൻ ദേശം പിടിച്ച കാര്യമുണ്ടോ? നമ്മൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ, പലിശ വാങ്ങുന്നവൻ നമ്മളോട് ദേഷ്യം പിടിക്കൂലേ? അതുകൊണ്ട് പറയാതിരിക്കണം എന്ന് പറയട്ടോ? കള്ളുകുടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റോ? ദോഷ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റോ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലത് പറയാൻ പാടില്ല അത്ര, അതിന് ചിലരുടെ സമ്മതം വേണം പറയാൻ. അത് കാത്തിക്കാൻ പറ്റുന്ന സംഗതിയാ. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചില്ലറ കാര്യം അല്ലെങ്കിൽ മറ്റ് സംഘടനകളോട് താരതമ്യം ചെയ്യേണ്ടതല്ല. നമ്മളുടെ പല സംഘടനയുണ്ട്, രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്, അവര് കൈകാര്യം ചെയ്യണ്ട. രാഷ്ട്രീയക്കാർ പണിയെടുക്കുക. ഇതൊക്കെ ചെയ്യാൻ അള്ളാഹു റസൂൽ ആരെയാണ് ഏൽപ്പിച്ചത് അവർ ചെയ്യണം. അതിൽ മറ്റുള്ളവർ ഇടപെടുത്തൽ, ആരെടുക്കണം, ആരെ കൊടുക്കണം, ആരെ തള്ളണം എന്നും പറയേണ്ടത് അവരല്ല. എന്താ മനസ്സിലായില്ലേ? ആരെയാണ് ഇതിൽ കയറ്റേണ്ടത്, ആരെയാണ് കൊടുക്കേണ്ടത്, ആരെയാണ് തള്ളേണ്ടതെന്നും പറയേണ്ടത് അവരല്ല. അവരവരെ പണിയെടുക്കാൻ, നമ്മൾ നമ്മളെ പണിയെടുക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് സമസ്ത. ഉലമാക്കന്മാരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഉമറാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടരെ ഉലമാവിന്റെ മേലെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രവണത നടക്കുന്നുണ്ട്. ഉമറാക്കളും കാര്യമായ ആൾക്കാരാണ്, അള്ളാഹു ആദരിച്ച ആൾക്കാരാണ്. അവർക്കും ചില കർത്തവ്യങ്ങളുണ്ട്. അവർക്കും കർത്തവ്യം എന്ന് പറഞ്ഞാൽ ഉലമാവിനെ മുന്നിലാക്കിക്കൊണ്ട് നടക്കണം. ഉലമാ ആണ് അവർക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. ഉലമാക്കന്മാരോട് കൂടെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. സിൻഫാനി മിൻ ഉമ്മത്തി ഇദാ സലഹ സലഹൻ നാസു കുല്ലുഹും വ ഇദാ ഫസദ ഫസദൻ നാസു കുല്ലുഹും അൽ ഉലമാ വൽ ഉമറാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമറാക്കൾ ഉലമാക്കളോട് കൂടെ നിന്നുകൊണ്ട് ദീൻ നടത്തേണ്ടവരാണ് നടത്തും. അവർ വേറിട്ട് മേലെ ഉലമാക്കരെ തള്ളി ഉലമാക്കരൊക്കെ പുറത്താക്കിയിട്ട് നടക്കേണ്ടവരല്ല. ഉലമാക്കന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ സ്വാധീനം അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. അതാണ് ഉമറാവിന്റെ കടമ. ആ നിലക്കാണ് പോകേണ്ടത്. ഇത് വളരെ വ്യക്തല്ലേ? അപ്പൊ അതുകൊണ്ട് ഉലമാക്കരെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ദീൻ. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ അറിയുന്നവരാണ് ഉലമാ എന്ന് പറയുന്നത്. ആ ഉലമാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ടെന്നാക്കണം, മുന്നോട്ട് പോകണം. ഇതാണ്. അതോടുകൂടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് സഹാബാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുമ്പേ കടന്നു പോയവർ, അവർ നമ്മളെ മുമ്പ് പോയവരാണല്ലോ. മുഹാജിറുകൾ, അൻസാറുകൾ എന്ന് പറയുന്ന സഹാബാക്കൾ. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ ജീവിക്കാൻ മുശ്രിക്കുകൾ സമ്മതിക്കാത്തത് കൊണ്ട്, മർദ്ദിച്ചത് കൊണ്ട് നാട് വിട്ടു പോയവരാ, മദീനയിലേക്ക് ഹിജ്റ പോയവർ. വൽ അൻസാർ, അവരെ ഏറ്റെടുത്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അവർക്ക് പാർപ്പിടങ്ങളും സൗകര്യങ്ങളൊക്കെ നൽകിയ മദീന നിവാസികളായ മുസ്ലിങ്ങൾ. രണ്ടു കൂട്ടരും സഹാബാക്കളാണ്, റസൂലിനെ പിൻപറ്റി ജീവിച്ചവരാണ്. സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ നബിയോട് കൂടെ ജീവിച്ചവർ നടത്താം, അതിന് വലിയ പോരിശ. അപ്പൊ അമ്പിയാക്കന്മാരോട് കൂടെ ജീവിക്കുക, അതിന്റെ അനന്തരമെടുത്ത ഉലമാക്കന്മാരോട് കൂടെ ജീവിക്കുക, അതാ അവരുടെ വഴിയിൽ ജീവിക്കുക. അതാണ് ഉമറാക്കൾ, സാധാരണക്കാർ. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ സഹാബത്ത് എന്ന് പറയുന്ന ആ ഒരു പദവി, അതിൽ അഭിമാനിക്കുന്നവരായിരുന്നു സഹാബാക്കൾ. അവർക്ക് അതിനേക്കാൾ വലിയൊരു മുന്തിയ പേര് അവർ സ്വീകരിച്ചിരുന്നില്ല. എന്താ അവരുടെ അർത്ഥം? സഹാബി എന്ന് പറഞ്ഞാൽ നബിന്റെ കൂടെ ജീവിച്ചവർ, നബിന്റെ കാലക്കാർ. അത് വലിയ മഹത്താണ്. എന്നതുപോലെ ഉലമാക്കന്മാരോട് കൂടെ ജീവിച്ചവർ. ഒരു നാട്ടിൽ നല്ല ഒരു മുത്തഖിയായ പണ്ഡിതൻ ഉണ്ടെങ്കിൽ ആ നാടിന് ഒരു സ്വഭാവം ഉണ്ടാവും. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ പല പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരൊക്കെ വഫാത്തായപ്പോൾ അവരുടെ നാടിന് തന്നെ ആ മണവും ചൂരും സ്വഭാവമൊക്കെ ഉണ്ട്. അത് അവർ ജീവിച്ച ആ കാലഘട്ടത്തിലെ സ്വഭാവം പകർന്നതാ, ആ മണ്ണിന് പകർന്നു. ആളുകൾ ആ വഴിക്ക് നടന്നു. അപ്പൊ അതാണ് വല്ലദീന തബഉഹും ബിഹിസാൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ അനന്തരഗാമികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദീൻ നടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ നാട്ടിൽ ദീനെത്തിയിട്ടുണ്ട്. സഹാബത്താണ് കൊണ്ടുവന്നത്. ഏത് സഹാബത്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഖുർആൻ സാക്ഷ്യപ്പെട്ട സഹാബത്ത്. എന്താ അവർക്കുള്ള ഗുണം? നബിയെ ഓരോ കാൽപ്പാടുകളും പിൻപറ്റി ജീവിതം പകർത്തി ജീവിതം പരിശുദ്ധമാക്കിയ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മന. ഖുർആൻ നബിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത്. അല്ലാഹു തആല അയച്ച പ്രവാചകൻ.
ആ പ്രവാചകന്റെ പണി എന്താ? അവർക്ക് ഖുർആൻ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവരെ സ്വഭാവ പരിവർത്തനം ചെയ്യും. കാട്ടാളന്മാരായിരുന്ന ജാഹിലിയ കാലത്തുള്ള കാട്ടാളന്മാരായിരുന്ന ആ ഒരു മനുഷ്യവർഗത്തെ മനുഷ്യരാക്കി തീർത്തു. അവരെ മനുഷ്യ സംസ്കാരം പഠിപ്പിച്ചു. അത് പ്രവാചകന്റെ പണിയാണ്. ഈ പ്രവാചകന്റെ പണി നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെയുള്ള ജീർണതകളൊക്കെ തുടച്ചു മാറ്റി ഒരു നല്ല ജീവിതം നൽകുക എന്നുള്ളതാണ് തസ്കിയത്ത്. അതാണ് പ്രവാചകന്മാരുടെ പണി. ആ പണി തന്നെയാണ് ആരെടുക്കേണ്ടത്? ഉലമാക്കൾ എടുക്കേണ്ടത്. അതാണ് അനന്തരം എടുത്തത്. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന അനിസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉത്ബോധനം നടത്തി വേണ്ടതുപോലെ ഇറങ്ങി പ്രവർത്തിക്കുക. അതിന് സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അല്ലാത്ത വിധത്തിൽ ഏത് വിധത്തിലാണെങ്കിലും ആ നാട്ടിൽ നിന്ന് ആ അനിസ്ലാമികമായ കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കണം. അത് പ്രവർത്തിക്കണം. അതിന് ഉമറാക്കളുടെ പിന്തുണയും വേണം. ഉലമാക്കളുടെ നിർദ്ദേശവും മുന്നിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനവും അതോടുകൂടെ ഉമറാക്കളും കൂടിയാൽ സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലുള്ള രണ്ട് വിഭാഗം സലുഹ ഇദാ സലുഹ, അവർ നല്ല നിലക്കായി കഴിഞ്ഞാൽ സുലഹന്നാസ് കുല്ലുഹും, ജനങ്ങളൊക്കെ നന്നാവും. വൈദാ ഫസദാ ഫസദന്നാസ് കുല്ലുഹും, അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായാൽ നാട് നശിക്കും. വളരെ ശരിയല്ലേ? അങ്ങനെ കരുതിക്കൂട്ടിയോ അല്ലാതെയോ ചില പ്രവണതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് തുരുത്തേണ്ടതാണ്. നിങ്ങൾ കർണാടകക്കാർ തുരത്തിയതുപോലെ തന്നെ തുരത്തേണ്ടതാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ ആ ഒരു നിലക്ക് ബഹുമാനപ്പെട്ട ഉലമാക്കന്മാർ ചെയ്യേണ്ട പണികൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പരിശുദ്ധ ദീൻ റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബാക്കൾ കൊണ്ടുവന്നു. ആ ദീൻ ഏതാ? മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞ ദീനാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ സമുദായം ഭിന്നിക്കും, സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാകും. യഹൂദികള് 71 സംഘമായെങ്കിൽ, നസാറാക്കൾ 72 സംഘമായെങ്കിൽ എന്റെ സമുദായം 73 സംഘമാകും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാ. ഇല്ലാ വാഹിദ, ഒന്നൊഴികെന്ന് പറയും. 73 സംഘമായാൽ എല്ലാവരും നരകത്തിലാണ്, ഒരു സംഘം ഒഴികെന്ന്. ഖാലു മൻഹും യാ റസൂലല്ലാഹ്. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, അവരാരാണ് നബിയെ? രക്ഷപ്പെടുന്ന സ്വർഗത്തിന്റെ ആൾക്കാര്. മാ അന അലൈഹി വഅസ്ഹാബി, ഞാൻ മാത്രം നബി പറഞ്ഞില്ല, ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു വഴിയിൽ കൂടെയാണോ ആ വഴിയിൽ കൂടെ നടക്കുന്നവർ, ആ വഴിയിൽ കൂടെ ജീവിക്കുന്നവർ എന്നാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പൊ നബിയും സഹാബത്തും നമുക്കൊരു വഴി ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ ജീവിക്കണം. അതാണല്ലോ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം പറയുന്നത്. നബിയും സഹാബത്തും കാണിച്ചു തന്ന വഴി. വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും എന്നും പറഞ്ഞിട്ടുണ്ട്. നബിയും സഹാബത്തും കഴിഞ്ഞില്ലേ? ആ കാലഘട്ടത്തോടെ അവസാനിക്കാൻ പാടില്ലല്ലോ. ആ ഒരു സമ്പ്രദായം തുടരണം. വല്ലദീന തബഉഹും, അവരോട് അനുധാവനം ചെയ്ത് അവരെ പിൻപറ്റിയവർ, ആ നബിയെയും സഹാബത്തിനെയും പിൻപറ്റിയവർ ബിഹിസാൻ, നല്ല നിലയ്ക്ക് പിൻപറ്റണം. അവര് നല്ല ചെയ്തികളൊക്കെ നമുക്ക് എന്താക്കണം? പിൻപറ്റണം. അവര് ഒഴിവാക്കിയ സംഗതികളൊക്കെ ഒഴിവാക്കണം. അതാണല്ലോ തഖ്വ. ഉലാഹിക ഹുദൽ മുത്തഖീൻ എന്നല്ലേ? അത് മുത്തഖീങ്ങൾക്ക് എന്ന് പറഞ്ഞ മുത്തഖീ എന്ന് പറഞ്ഞാൽ ഇതാണ്. നബിയും സഹാബത്തും കാണിച്ചു എന്നതൊക്കെ സ്വീകരിക്കുകയും അവർ ഒഴിവാക്കിയതൊക്കെ നമ്മൾ എന്താക്കുക? ഒഴിവാക്കുകയും ചെയ്യുക. അതാണ് തഖ്വ. ആ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംവിധാനം ഉള്ളത്. അതാണ് ശുദ്ധമായ ജീവിതം, അതാണ് തസ്കിയത്ത് ചെയ്ത ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ചുരുക്കി പറയാണ്. അങ്ങനെ വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ചുരുക്കത്തിൽ നമ്മളുടെ പണി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്, വിജയത്തിന്റെ മാർഗം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആമുഖം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നബിയും സഹാബത്തും കൊണ്ടുവന്ന ആ വഴി, ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത് സഹാബത്താണ്. ആ സഹാബത്ത് ഏത് ഇസ്ലാമാ കൊണ്ടുവന്നത്? നബിയും സഹാബത്തും ജീവിച്ച ഇസ്ലാം. റളിയല്ലാഹു അൻഹു, അള്ളാഹു തൃപ്തിപ്പെട്ട ഇസ്ലാം. വറളു അൻഹു, അള്ളാഹു അങ്ങോട്ടും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, സഹാബാക്കളും അങ്ങോട്ടും അള്ളാഹിനും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ആ ദീനാണ് കൊണ്ടുവന്നത്. ഈ ദീന് നമ്മൾ എന്താണ്? നമ്മൾ അള്ളാഹു തൃപ്തിപ്പെടൂലേ? വല്ലദീന തബഉഹും ബിഹിസാൻ, ആ സഹാബത്തിനെ പിന്തുടർന്നവര് നല്ല നിലക്ക് പിൻപറ്റിയവരെയും റളിയല്ലാഹു അൻഹു അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ചില്ലറ കാര്യമല്ല. നമ്മുടെ ഇടയിൽ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കും. അങ്ങനെ അന്ധമായി മുദ്രാവാക്യം വിളിക്കരുത്. നമ്മൾ കാണണം, നമ്മളുടെ അടിസ്ഥാനം എന്താണെന്ന് കാണണം.
അത് നബിയും സഹാബത്തും കൊണ്ടുവന്ന ദീൻ ഏതാ? ആ ദീൻ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അതാണ്. അഹ്ലുസുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിയുടെ ചര്യ പിൻപറ്റിയവർ, നബിയുടെ ചര്യയുടെ ആൾക്കാർ, ആ ചര്യയിൽ ജീവിക്കുന്നവർ. വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്ത്. അപ്പൊ നബിയും സഹാബത്തും ജീവിച്ച് കാണിച്ചെന്ന വഴി പിൻപറ്റിയതിനെ സംബന്ധിച്ചാണ് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ അതാണ്. അള്ളാഹു അതിൽ തന്നെ നമ്മളെ നിലനിർത്തി അതോടുകൂടെ തന്നെ മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതാണ് വലിയൊരു സംഗതിയാണുള്ളത്. ഇത് മാറ്റം വരുത്തുന്ന ഒരു കൂട്ടർ വന്നു. അവർ പല പേരിൽ അറിയപ്പെടും. ചിലവർക്ക് സലഫികൾ എന്ന് പറയും, ചിലവർക്ക് വഹാബികൾ എന്ന് പറയും. അങ്ങനെയുള്ള ഒരു കൂട്ടർ വന്നു. അവർ വന്നിട്ട് ഫിത്തന ഉണ്ടാക്കി. 1922 ഉണ്ടാക്കിയ ഫിത്തനയാണ്. ആ ഫിത്തന ഉണ്ടാക്കിയപ്പോഴാണ് ആ ഫിത്തന വലിയൊരു ഫിത്തനയായി വളർന്നു. നമുക്ക് സംഘടന ഒന്നുമില്ല. ഒരു സംഘടന എവിടെയില്ല. ഇസ്ലാം എന്നുള്ള സംഘടന അല്ലാത്ത വേറെ സംഘടന ഒന്നുമില്ല. എല്ലാം ഇസ്ലാമിന്റെ മക്കൾ. അങ്ങനെയുള്ള ആ ജീവിതം തകർക്കാൻ വേണ്ടി വന്ന കൂട്ടരാണ് വഹാബികൾ. അതിന് നേതൃത്വം കൊടുത്തൊരു മൗലവിയാണ് KM മൗലവി എന്ന് പറയുന്ന മൗലവി. ഫിത്തന കൊണ്ടുവന്ന ആളാണ്. വഹാബിസം ഉണ്ടാക്കി. നമ്മൾ ചെയ്യുന്ന മാല, മൗലൂദ്, മജ്ലിസ് നൂറ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, തറാവി 20, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും, മരിച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങള്, ഖബർ സിയാറത്ത് അടക്കമുള്ള സംഗതികൾ വരെ അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മുശ്രിക്കുകളാക്കിയ ഒരു കൂട്ടർ വന്നപ്പോഴാണ് നമുക്ക് അവർ സംഘടന ഉണ്ടാക്കി. ജംഇയ്യത്തുൽ ഉലമാ എന്നൊരു സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങിയപ്പോൾ അതിനെ നേരിടാൻ ഒരു സംഘടന വേണ്ടി വന്നു. ആ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. വെറും ഒരു കേവല ഭൗതിക സംഘടനയല്ല, ദീനാണ്. പുന്നാര നബി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഉലമാക്കന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദീൻ, അത് സംരക്ഷിക്കാൻ വേണ്ടി, അതിന് അപകടമുണ്ടായപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ ഉത്തരവാദിത്തപ്പെടുത്തിയ ആ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി രൂപീകൃതമായ സംഘടനയാണ്. ഉലമാക്കൾ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. രാഷ്ട്രീയ സംഘടനയല്ല, സാംസ്കാരിക സംഘടന എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് ഇസ്ലാമിന്റെ സംഘടനയാണ്, ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന ദീൻ, ആ ദീനാണ് സമസ്ത. വേറെന്താ കാണാ? ഈ ദീനിനെ അപകടപ്പെടുത്തി പിന്നീട് ജമാഅത്തെ ഇസ്ലാമി വന്നു. ഇങ്ങനെ പല സംഘടനകളും വന്നു. ഒക്കെ വക്രമായ സംഘടനകളാ. നല്ല ഉദ്ദേശത്തോട് വന്നതല്ല, ദീൻ നശിപ്പിക്കാൻ വേണ്ടി വന്ന കൂട്ടരാണ്. ദീൻ നശിപ്പിക്കാൻ വേണ്ടി ആരോടും അച്ചാരം വാങ്ങി വന്നവരാണ്. ആ കൂട്ടരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ വേണ്ടി അന്നത്തെ ഉലമാക്കന്മാർ, സാദാത്തുക്കൾ രൂപീകരിച്ച ഒരു സംഘടനയാണ്. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി സംഘടിച്ച സംഘടനയാണ്. അവർ വന്നുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ നേതൃത്വം അല്ലാഹു തആല നിയോഗിച്ചതാണ് അദ്ദേഹത്തെ. യമനിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ പൂർവികരായ പിതാക്കൾ യമനിൽ നിന്ന് വന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അൽ ഈമാനു യമാനും വൽ ഹിക്മത്തു യമാനിയ. യമൻകാരുടെ വിശ്വാസം നല്ല വിശ്വാസ എന്ന് നബി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. യമനികളുടെ വിശ്വാസം അതാണ് വിശ്വാസം. അവരുടെ വിജ്ഞാനമാണ് വിജ്ഞാനം, അവരുടെ ഹിക്മത്താണ് ഹിക്മത്ത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫൈ ചെയ്ത യമനുകൾ. ആ യമനിൽ നിന്ന് കടന്നു വന്നവരാണ് നമ്മുടെ നാട്ടിലെ സാദാത്തുക്കൾ. ആ പരമ്പര പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പൊ ഈ സാദാത്തുക്കൾ അല്ലാഹു തആല നിയോഗിച്ചവരാണ്. അവരിങ്ങനെ പല പ്രദേശങ്ങളിലുണ്ട്. ആ പ്രദേശത്തൊക്കെ ദീൻ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. അങ്ങനെയുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ടുണ്ടാക്കിയ, പണ്ഡിതന്മാരെ വിളിച്ചു കൂട്ടിണ്ടാക്കിയ സംഘടനയാണ്. അപ്പൊ അതാണ് വറസത്തുൽ അംബിയ. അംബിയാക്കന്മാരുടെ അനന്തരം പണിയെടുക്കേണ്ടത് അവരാണെന്ന നിലക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ വിളിച്ചു കൂട്ടി 1926 രൂപീകരിച്ച സംഘടനയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതിന്റെ രൂപീകരണ പശ്ചാത്തലമൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അവരൊക്കെ ചരിച്ച ത്യാഗങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അവര് വഹാബികൾ ഫിത്ന ഉണ്ടാക്കി നാട്ടിലൊക്കെ ഒരു പുതിയ ആശയമായി വരുമ്പോൾ ജനങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടാകാൻ ജനങ്ങളൊക്കെ അതിലേക്ക് ആകാനൊക്കെ തുടങ്ങി. പല സ്ഥലത്തും ഫിത്ന വളർന്നു. അപ്പോഴൊക്കെ അതിനെ നേരിടാൻ സമസ്തക്ക് ഒരുപാട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ സംഘടന അന്ന് അറിയപ്പെടുന്ന പണ്ഡിതന്മാർ,
പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ഉഖറവിയ പണ്ഡിതന്മാർ തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ അനന്തരമെടുക്കാൻ പറ്റിയ ഒരു നാട്ടിൽ അങ്ങനെ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ ആ നാടിന് തന്നെ ആ പച്ചപ്പ്, ആ ഒരു സംസ്കാരം, ആ സ്വഭാവം ഉണ്ടായിത്തീരുന്നു പറഞ്ഞ പണ്ഡിതന്മാർ. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, അതുപോലെ ഫൽഫരി അബ്ദുൽ ബാരി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയ നമ്മളൊക്കെ കാണാത്ത എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമുക്കൊക്കെ ഏറ്റവും ബോധ്യപ്പെടുന്ന അവരുടെ പ്രവൃത്തികളൊക്കെ മനസ്സിലാക്കിയാൽ ഏറ്റവും ബോധ്യപ്പെടുന്ന ദീൻ നടത്താൻ അല്ലാഹു ഏൽപ്പിച്ചവർ തന്നെയാണെന്ന് ബോധ്യപ്പെടുന്ന അങ്ങനെയുള്ള മഹാന്മാർ ഒത്തുകൂടിക്കൊണ്ടുണ്ടാക്കിയ ഒരു സംഘടനയാണ്. അവർക്ക് വേറെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല, ദുനിയാവിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അവർ ഉഖ്റവിയായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കേണ്ട സംഘടനയാണ്. അതാണ് പിന്നെ ദീന്. നമുക്ക് ദീൻ നോക്കാൻ എന്ത് വേണ്ട, വേറൊന്നും നോക്കണ്ട, വേറെ മാസികം പത്രമൊന്നും നോക്കണ്ട. നമുക്ക് ദീൻ സമസ്ത എന്താണോ പറയുന്നത് നോക്കിയാൽ മതി. അവര് പഴക്കൂല, അവര് ഹക്കിന്റെ മേലെല്ലാവരും നിലക്കൂല, ബോധ്യപ്പെട്ടതാണ്. അതാണ് അതിന്റെ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ് ഈ സമസ്ത എന്ന് പറയുന്നതിലുള്ള പണ്ഡിതന്മാർ. അവരൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ കൂടി ആലോചിച്ച് പെട്ടെന്ന് തീരുമാനം എടുക്കൂല. വളരെ കൂടി ആലോചിച്ച് അതിന്റെ വരും വരായ്മകളൊക്കെ ആലോചിച്ച് ചർച്ച ചെയ്ത് വളരെ സുതാര്യമായ തെളിവുകളോടുകൂടെ തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യുള്ളൂ, അങ്ങനെ തീരുമാനിക്കുകയുള്ളൂ. അങ്ങനെ തീരുമാനിച്ച പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോട് മുഖം തിരിയാൻ പാടില്ല. അത് ദീനിന് പുറത്താണ്, ദീനിന്റെ പുറത്തായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സമസ്ത ഒരു കാര്യം തീരുമാനിച്ച് നമ്മൾ അറിയിച്ചാൽ അത് ഉൾക്കൊള്ളണം, അത് ദീനാണ്. അല്ലാത്തത് വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് പറഞ്ഞതുപോലെ ദീനിന് പുറത്തു പോകും, ഒരു സംശയമില്ല. ദീനിന് പുറത്തു പോകും. ഈ ജമാഅത്ത് തീരുമാനം യദുല്ലാഹി അലൽ ജമാ മൻ ശദ്ദ സുദ്ദ ഫിന്നാർ, മൻ ശദ്ദ സുദ്ദ ഫിന്നാർ. ഇതൊക്കെ ഹദീസുകളല്ലേ. ഈ ജമാഅത്ത് നല്ലതായ ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് കൂടി എടുക്കുന്ന തീരുമാനം ദീനാണ്. ആ ദീനിൽ നിന്നാരെങ്കിലും, ആ ജമാഅത്തിൽ നിന്നാരെങ്കിലും ഒറ്റപ്പെട്ട് തെറിച്ചു പോയാൽ അത് നരകത്തിലേക്ക് തെറിക്കുന്ന. അപ്പൊ അതുകൊണ്ട് ഇതൊരു ചില്ലറ കാര്യം അല്ലെങ്കിൽ മറ്റ് സംഘടനകളോട് താരതമ്യം ചെയ്യേണ്ടതല്ല. നമ്മളുടെ പല സംഘടനയുണ്ട്, രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ട്, അവര് കൈകാര്യം ചെയ്യണ്ട. രാഷ്ട്രീയക്കാർ പണിയെടുക്കുക. ഇതൊക്കെ ചെയ്യാൻ അല്ലാഹു റസൂൽ ആരെയാണ് ഏൽപ്പിച്ചത് അവർ ചെയ്യണം. അതിൽ മറ്റുള്ളവർ ഇടപെടുത്തൽ. ആരെടുക്കണം, ആരെ കൊടുക്കണം, ആരെ തള്ളണം എന്നും പറയേണ്ട അവരല്ല. എന്താ മനസ്സിലായില്ലേ? ആരെയാണ് ഇതിൽ കയറ്റേണ്ടത്, ആരെയാണ് കൊടുക്കേണ്ടത്, ആരെയാണ് തള്ളേണ്ടതെന്നും പറയേണ്ടത് അവരല്ല. അവരെ പണിയെടുക്കാൻ നമ്മൾ നമ്മളെ പണിയെടുക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് സമസ്ത. ഈ സമസ്ത ഇവിടെ തീരുമാനിച്ച് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരോട് സഹകരിക്കണം, രാഷ്ട്രീയക്കാരും സഹകരിക്കണം, അല്ലാത്തവരും സഹകരിക്കണം, ഈമാനുള്ളവർ സഹകരിക്കണം. അത് സഹകരിക്കാതെ പോകുമ്പോണ്ടാവുന്ന തകരാറുകൾ പലതും ഉണ്ടാവും, സമുദായത്തിന് നാശം ഉണ്ടാവും. അതിന്റെ ഉത്തരവാദികൾ അവരായിരിക്കും. മൂസാ നബിക്ക് ഫിർഔൻ ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബിക്ക് നമ്രൂദ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ അമ്പിയാക്കന്മാർക്കും പലതും ഉണ്ടായിട്ടുണ്ട്, എതിരിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ കൂട്ടത്തിലാണെന്ന് എണ്ണേണ്ടി വരുന്നേ. ഇതിനെ എതിർത്താൽ അള്ളാഹുവിനോടുള്ള മത്സരാണ്. അള്ളാഹുവിനോട് മത്സരിക്കാൻ തയ്യാറുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവരെ ചെയ്യൂല, അതുമായിട്ട് സഹകരിക്കും ചെയ്യരുത്. അങ്ങനെ വരുന്നവരോട് സഹകരിക്കുന്നതും ആ ഭാഗത്തിൽപ്പെട്ടതായിരിക്കും, ആരായാലും ശരി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുമ്പോൾ എന്തോന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് പറയാണ്, ആരോ ഉന്നം വെക്കുകയാണെന്നൊക്കെ ഓരോരുത്തർ മനസ്സിലാക്കും, അല്ലെങ്കിൽ കരുതി കൂട്ടി അങ്ങനെ പറയും. പൊതുവായ വിഷയങ്ങൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ കള്ളുകുടിയാൻ ദേഷ്യം പിടിച്ച കാര്യമുണ്ടോ? നമ്മൾ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞാൽ, പലിശ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ, പലിശ വാങ്ങുന്നവൻ നമ്മളോട് ദേഷ്യം പിടിക്കൂലേ? അതുകൊണ്ട് പറയാതിരിക്കണം എന്ന് പറയറ്റോ? കള്ളുകുടിനെ പറ്റി പറയാതിരിക്കാൻ പറ്റോ? ദോഷ കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റോ? അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലത് പറയാൻ പാടില്ല, അത്ര ചിലരുടെ സമ്മതം വേണം പറയാൻ. അത് കാത്തിക്കാൻ പറ്റുന്ന സംഗതിയാ? നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ പറയാൻ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ നമ്മുടെ കടമയാണ്. നിസ്കരിക്കുന്നത് പോലെ തന്നെ, നിസ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കടമയാണ്, അല്ലാഹു കൽപ്പിച്ച കാര്യ. നല്ലത് കണ്ടാൽ എന്താക്കണം? നല്ലതിനെ പറഞ്ഞു കൊടുക്കണം. ചീത്ത കണ്ടാൽ അതിനെ നിരോധിക്കാൻ മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി. കണ്ടോ? ആരെങ്കിലും ഒരു മുൻകറിനെ കണ്ട ആദ്യം ചവിട്ടത്തൊന്ന് കൊടുക്കണമെന്നാ. അങ്ങനെയാണ് തടുക്കാൻ പറ്റുന്ന, അങ്ങനെ കൊടുത്തോളണമെന്നാ. അതിന് കഴിയില്ലെങ്കിൽ ഫബിലിസാനിഹി, പറഞ്ഞു കൊടുക്കണം. പറയാനും കഴിയൂലെങ്കിലോ മനസ്സുകൊണ്ട് വെറുക്കെങ്കിലും വേണം. അതിനൽ ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗം അതാണ്. ഇത് ചെയ്തോളണം, ഇതിന് മാറി നിൽക്കാർക്കും സാധിക്കൂല. ഇതവിടെ നയിക്കുന്നത്.
അതുകൊണ്ട് നമ്മള് ഈ സംഘടനയെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനൊക്കെ കുറെ നിങ്ങൾ മനസ്സിലാക്കിയതുമാണ്, കുറെ മനസ്സിലാക്കാത്തതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതിനാണ് 100-ാം വാർഷികം. 100-ാം വാർഷികത്തിന്റെ പേരിൽ നാട് നീളെ സമസ്തയുടെ ലക്ഷ്യവും പരിപാടികളും വിശദീകരിക്കലാണ്. അല്ലാതെ പടക്കം പൊട്ടിച്ച് കദീന പൊട്ടിച്ചുള്ള ഒരു സമ്മേളനമല്ല. എല്ലാ മഹല്ലുകൾ തോറും ഇതുപോലെ പരിപാടികൾ വെച്ചുകൊണ്ട് സമസ്ത എന്താണെന്നും ഇസ്ലാം ദീൻ എന്താണെന്നും സുന്നത്ത് ജമാഅത്ത് എന്താണെന്നും പഠിപ്പിക്കലാണ്. ഇപ്പം നമ്മളെ സയ്യിദുൽ ഉലമാ തങ്ങളുടെ ഒരു ജാഥയുണ്ടെന്ന് പറഞ്ഞു. 3 സംസ്ഥാനങ്ങൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ നാഷണൽ സമ്മേളനമുണ്ട്, ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ലോക സംഘടന സമ്മേളനമാക്കിയിട്ടാണ് ഇത് പ്രഖ്യാപിച്ചുള്ളത്. അതിന്റെ പരിപാടികൾ അബുദാബിയിലൊക്കെ നടക്കാനുള്ള സജ്ജീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ UK പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ അലയൊലി അടിപ്പിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ഇന്നത്തെ സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള സമസ്ത അതിന്റെ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു സമ്മേളനം നടത്തുന്നത്. സമസ്തയുടെ ശബ്ദം എല്ലാ കാതുകളിലും അലട്ടണം. സത്യം പറയേണ്ടത് നമ്മുടെ കടമയാണ്. അത് എല്ലാവരെയും കേൾപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ സമ്മേളനം വെച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ ആഘോഷമല്ല, ആഘോഷിക്കലല്ല. ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം അതാണ്. സയ്യിദുൽ ഉലമയുടെ ഒരു യാത്രയുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി ഇൻഷാ അല്ലാഹ് തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിലാകെ സഞ്ചരിച്ച് അവസാനം ഈ കർണാടകയുടെ ഭാഗത്ത് നേരത്തെ ഒരു സ്വാഗതത്തിലൊക്കെ പറഞ്ഞതുപോലെ അവസാനിക്കുന്ന ഒരു ജാഥയാണ്. ആ ജാഥ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സമരജാഥ ഒന്നുമല്ല, ഒരു കൊടി പിടിച്ച അങ്ങനത്തെ ജാഥൊന്നുമല്ല. ദീനിന്റെ പ്രചരണമാണ്. എന്താണ് ഈ കാലത്തെ ദീനെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അതുകൊണ്ട് കഴിയണം. അതിനെ എല്ലാവരെയും സജ്ജമാക്കുന്ന ഒരു പ്രവൃത്തിയുടെ ഭാഗം മാത്രമാണ് ഈ ജാഥ. ഇതുപോലെ എല്ലാ ജില്ലകളും ജാഥ നടത്തണം, എല്ലാ സംസ്ഥാനങ്ങളിലും ജാഥ നടത്തണം, കൺവെൻഷനുകൾ നടത്തണം, സദസ്സുകൾ സംഘടിപ്പിക്കണം, പൊതുപ്രസംഗങ്ങൾ നടത്തണം. അങ്ങനെയുള്ള ഉത്ബോധന സദസ്സുകളും ലഘുലേഖ പ്രസിദ്ധീകരണങ്ങളും ഇങ്ങനെയുള്ള സംഗതികളെ കൊണ്ട് ജനങ്ങളിലേക്ക് എന്താക്കണം? ഈ ഉത്തരവാദിത്തം ആഖിറത്തിന്റെ കാര്യമെന്ന ബോധം ജനങ്ങളിൽ നിന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുക. ആഖിറം അതിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ സമ്മേളനം, 100-ാം വാർഷികം. അത് നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്താണ്, കാസർഗോഡാണ് സംഗതി നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം നിങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഉത്തര ധ്രുവത്തിലേക്ക് കേരളത്തിന്റെ ഈ ഭാഗത്തേക്ക് അത് കൊണ്ടുവന്നത്. ഈ കർണാടകക്കാരെ കൂടെ കൂടുതൽ ഉദ്ദേശിച്ചുകൊണ്ട് അതുകൊണ്ട് സമ്മേളനത്തിന്റെ ഒരു 50 ഭാഗമെങ്കിലും നിങ്ങളാണ് എന്താക്കേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, വിജയിപ്പിക്കേണ്ടത്. എല്ലാ നിലക്കും എല്ലാ പരിപാടികളും ഇതുപോലെയും ഇതിനേക്കാൾ കൂടുതൽ വലുതും. അങ്ങനെ സമ്മേളനത്തിലേക്ക് ആള് കൂട്ടൽ മാത്രമല്ല, അതിനൊരു ക്യാമ്പുണ്ട്, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ പഠനാർഹമായ ക്ലാസുകളാണ്. അതിൽ പേര് രജിസ്റ്റർ ചെയ്യുന്ന സമയമാണ്. ഇപ്പം പേര് രജിസ്റ്റർ ചെയ്യണം, എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം. ഒരു മഹല്ലത്തിന് ചുരുങ്ങിയത് 10 ആളെ കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ 33,330 ആൾക്കാരെ പങ്കെടുപ്പിച്ചുള്ള ഒരു ക്യാമ്പാണ് 3 ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്യാമ്പ്. അതിൽ പങ്കെടുത്താൽ നിങ്ങൾ ഒരു കൊല്ലം കിതാബ് ഓതുന്നതിനേക്കാൾ കൂടുതൽ ഫലം കിട്ടും. അതിന് മാത്രം സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് പങ്കെടുക്കണം. 3 ദിവസം അവിടെ തന്നെ കൂടുക, പന്തലിൽ തന്നെ കൂടുക. ഇൻഷാ അല്ലാഹ് ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് സൗജന്യമായി തന്നെ കിട്ടും. പിന്നെ സമ്മേളനത്തിന് ചെലവുണ്ട്. അതിനൊരു പരിപാടി വെച്ചിട്ടുണ്ട്, തഹിയ്യ ആപ്പ് നടന്നുണ്ട്. അല്ലാത്ത നിലക്കും കൊടുക്കാൻ സംഭാവന. ഈ സംഭാവന സമ്മേളനത്തിന് വേണ്ടി മാത്രമല്ല, സമ്മേളനം കഴിക്കാനൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ 1-2 ആളെ കണ്ടാൽ കിട്ടുന്ന പരിപാടികളാണ്. അതല്ല, 100 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ 100 പദ്ധതികളുണ്ട്. ഒരുപാട് പദ്ധതികളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട്, സാംസ്കാരികമായിട്ട്, അതുപോലെ പിന്നെ റിലീഫ് കാര്യങ്ങൾ എന്നൊക്കെ തുടങ്ങിയിട്ട് സഹായിക്കേണ്ടവരെ സഹായിക്കാന്, ദീനിന് നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ എന്തൊക്കെ വേണ്ടത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ സമസ്തയുടെ മുമ്പിലുണ്ട്. 100 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളതാണ്, നടപ്പാക്കാനുള്ളതാണ്. അതിന് കോടികളുടെ പൈസ വേണം. ആ പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഒരു ആപ്പ് തഹിയ്യ എന്നതുണ്ട്. നിങ്ങളുടെ മഹല്ലിലെ ഖത്തീബുമാരും വേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ പരിചയപ്പെടുത്തി തരും. ആ ആപ്പിൽ എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം, സംഖ്യ കൊടുക്കണം, കഴിയാവുന്ന സംഖ്യ കൊടുക്കണം, അള്ളാഹുവിനെ വിചാരിച്ച് കൊടുക്കണം. അത് ഈ അപകടപ്പെടുന്ന ഈ അവസരത്തിൽ ദീനെ സഹായിക്കാനുള്ളതാണെന്ന ബോധത്തോടു കൂടെ ആയാൽ നിങ്ങൾ കൊടുക്കുന്ന സംഭാവന കൊണ്ട് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ നാട്ടിലൊക്കെ ഐശ്വര്യം ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.